സോ ഗൈസ് എല്ലാവർക്കും വിയർ റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നോട് റിവ്യൂ ഒന്നും പോകുന്ന മറ്റൊന്നുമല്ല, 2020 അവസാനത്തോടുകൂടി നെറ്റ്ഫ്ലിക്സ് ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു സീരീസാണ് ബ്രിഡ്ജറ്റ് എന്ന് പറഞ്ഞ സീരീസ്. അപ്പോൾ ഈ ഒരു സീരീസിന്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ച് ഒത്തിരി പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ ഒരു സീരീസിനെ കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. എനിക്ക് പക്ഷേ സജഷൻ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സീരീസ് കാണാനും ഒട്ടും തോന്നിയിട്ടില്ലായിരുന്നു. മറ്റൊന്നുമല്ല, ഇതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നീട് ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിൽ കൂടി എനിക്ക് പ്രത്യേകിച്ച് കാണാൻ തോന്നിയില്ലായിരുന്നു. കാരണം ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന മെയിൻ ആയിട്ട് ഒരു റൊമാൻറ്റിക് ആണ്. പക്ഷേ സാധാ റൊമാൻറ്റിക് ആണ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നി ഇതൊരു പഴയ രീതിയിലുള്ള ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിൻ്റെ അകത്ത് കാണിക്കുന്നതെന്ന്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഗൈസ് ഞാൻ ഈ ഒരു സീരീസ് കാണാതെ ഇങ്ങനെ നീക്കി വെച്ചിരുന്നത്. കാര്യം ഇടയ്ക്ക് മൂവീസൊക്കെ കാണുമെങ്കിലും ഈ ഒരു സീരീസിന് ഈ കാണാൻ തോന്നിയിട്ടില്ലായിരുന്നു. അവസാനം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ചുമ്മാ ഫസ്റ്റ് എപ്പിസോഡ് കാണാന്നുള്ള രീതിയിൽ ചുമ്മാ കയറി നെറ്റ്ഫ്ലിക്സിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഭയങ്കര കിടലിനായിട്ടാണ് ഈ ഒരു സീരീസ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. കാര്യം അവരുടെ ആ ഒരു റൊമാൻറ്റിക് പ്ലോട്ടും കാര്യങ്ങളൊക്കെ അവരെടുത്ത് ആ ഒരു വിഷ്വലി അവർ കാണിച്ചു തന്നിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു സീരീസിൻ്റെ അകത്ത് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഒറ്റയിരുപ്പിനിരുന്ന് അങ്ങ് കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സീരീസ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂലിയ ക്വിൻ എന്ന് പറഞ്ഞ റൈറ്ററിന്റെ 8 പാർട്ടുകൾ അടങ്ങുന്ന നോവലിനെ ബേസ് ചെയ്തിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സീരീസും കാര്യങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു നോവലിന്റെ ഫസ്റ്റ് ബുക്കിന്റെ പേര് ദ ഡ്യൂക്ക് ആൻഡ് ഐ എന്നായിരുന്നു. സെക്കൻഡ് ബുക്കിന്റെ പേര് ദ വൈക്കൗണ്ട് ഹു ലവ് മീ എന്നായിരുന്നു. അങ്ങനെ ഓരോ ബുക്കിനും വ്യത്യസ്തമായ പേരുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു നോവലിനുണ്ടായിരുന്നത്. ആ ഒരു ബുക്കിന്റെ മെയിൻ സ്റ്റോറിനെ ബേസ് ചെയ്തായിരുന്നു അതിന്റെ പേരും ഉണ്ടായിരുന്നത് തന്നെ. സോ അപ്പോൾ ഈ ഒരു സീരീസിന്റെ പ്ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് പഴയ ലണ്ടൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂൻ ഷാർലറ്റിനെയും കാര്യങ്ങളൊക്കെ ഈ ഒരു സീരീസിന്റെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കൂടാതെ ഈ ഒരു സീരീസിലെ ഓരോ ഫാമിലിനെ ഓരോ കാറ്റഗറി ആയിട്ട് നോബൽ കാറ്റഗറി ആയിട്ട് ക്ലാസ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നോബൽ ഫാമിലി ആയിട്ടാണ് ബ്രിഡ്ജറ്റൺ ഫാമിലിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു നോവലിന്റെ 8 പാർട്ട് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജറ്റൺ ഫാമിലിക്കകത്ത് 8 സിബ്ലിങ്സ് ആണുള്ളത്. അപ്പോൾ ഈ 8 പേരുടെയും ലവ് സ്റ്റോറിയും വെഡിങ്ങും ഒക്കെയാണ് ഓരോ സീസണിൻ്റെ അകത്ത് നമുക്ക് മെയിൻ ആയിട്ട് അവർ കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു സീരീസിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാര്യം നമ്മൾ ഏതൊരു മറ്റ് സീരീസ് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു സെൻട്രൽ കഥാപാത്രം കാണും, ഒരു സെൻട്രൽ ക്യാരക്ടർ കാണും. ഫസ്റ്റ് സീസൺ മുതൽ അവസാനം വരെ ഒരു മെയിൻ കഥാപാത്രം കാണും. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻ കഥാപാത്രമായിട്ട് കാണിച്ചു തന്നിരിക്കുന്ന ആ ഒരു ബ്രിഡ്ജറ്റൺ ഫാമിലിനെ തന്നെയാണ്. കാര്യം ഓരോ സീസണിൻ്റെ അകത്തും ഓരോ ക്യാരക്ടറെയാണ് മെയിൻ കഥാപാത്രമായിട്ട് പോകുന്നത്. സോ ഗൈസ് അപ്പോൾ ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് സീസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാഫ്നിയുടെയും അതുപോലെ തന്നെ സൈമണിന്റെയും ലവ് സ്റ്റോറിയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഭയങ്കര കിട്ടലിനായിട്ടാണ് ആ ഒരു റൊമാൻസ് അവരവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കേറ്റിന്റെയും അതുപോലെ തന്നെ വൈക്കൗണ്ട് ആയിട്ടുള്ള ആന്റണിയുടെയും ലവ് സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം ഈ ഒരു സീരീസിന്റെ ഓരോ സീസണിലും ഓരോ ലവ് സ്റ്റോറി അവർ എടുത്ത് കാണിച്ചിരിക്കുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു റൊമാൻസ് അവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീരീസ് കാണാൻ നമുക്ക് വീണ്ടും തോന്നുന്നത്. ഇപ്പൊ മൂന്നാമത്തെ സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ കോളിന്റെ അതുപോലെ തന്നെ ഫെനോലപ്പിയുടെ ലവ് സ്റ്റോറിയാണ് ഇവർ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സീരീസിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാര്യം ഓരോ സീസൺ ആറാവും തോറുമാണ് ആ ഒരു ക്യാരക്ടറിന് അവർ ഇച്ചിരി കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് സീസണിൻ്റെ അകത്ത് ഈ കോൾ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു, കാണിക്കുന്നുണ്ടെങ്കിൽ അത്ര വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ തേർഡ് സീസണിൽ കോളാണ് മെയിൻ സെൻട്രൽ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സീസണിൽ കോളിന് അത്യാവശ്യം ക്യാരക്ടർ കൊടുത്തു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് തേർഡ് സീസണിലേക്ക് കോളിനെ സെൻട്രൽ ആയിട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെയാണ് ഇവർ ഓരോ സീസണും പ്ലോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ അത് ക്യൂൻ ഷാർലറ്റ് എന്ന് പറഞ്ഞൊരു കഥാപാത്രനെ കാണിക്കുന്നുണ്ട്, ഞാൻ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു കിഡ്ലൻ ക്യാരക്ടറായിട്ടാണ് ഈ ഒരു സീരീസിൻ്റെ അത് കാണിച്ചിരിക്കുന്നത്. ക്യൂൻ ആണല്ലോ സ്വാഭാവികം. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് ക്യൂൻ ഷാർലറ്റ് എന്ന് പറഞ്ഞ വേറൊരു പ്രീക്വൽ സീരീസ് ഇവർ കൊടുത്തിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു 6 എപ്പിസോഡ് വരുന്ന ഒരു ചെറിയൊരു സീരീസാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞവരാണ് നിങ്ങൾക്ക് ആ ഒരു സീസണും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാനാണ് കിട്ടുന്ന ഒരു സീരീസാണ്. കൂടാതെ വേറെയും ധാരാളം ഫാമിലീസിന് ഈ ഒരു സീരീസിൻ്റെ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ ഈ ഒരു സീരീസിൻ്റെ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ബ്രിഡ്ജറ്റൺ ഫാമിലി തന്നെ ഇനിയും മെയിൻ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. കാര്യം ബെനഡിക്റ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്, എലോയിസ് എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസിസ്ക, ഇവരൊക്കെ ഈ ഒരു സീരീസിൻ്റെ അകത്ത് മെയിനായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു ഓരോ ക്യാരക്ടറിനും ഓരോ രീതിയിലുള്ള ഇഷ്ടം നമുക്ക് തോന്നും. കാര്യം ആ ഒരു രീതിയിലാണ് ഓരോ ക്യാരക്ടറും ഇവർ മെയിനായിട്ട് പ്ലോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു സീരീസിൻ്റെ അകത്ത് മെയിൻ കഥാപാത്രമാണ് ലേഡി വിസിൽഡൗൺ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ കാണിക്കുന്നത്. ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കിഡിലിന് ഒരു സീരീസാണ്. കുറച്ചൊക്കെ റൊമാൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സീരീസ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാര്യം ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ മേക്കിംഗ് ഈ ഒരു കാലഘട്ടം അവർ എടുത്ത് കാണിക്കുന്നത് ഭയങ്കര കിഡിലിനായിട്ടാണ്. കാര്യം ഓരോ സീസൺ പോകും തോറും അത് ഭയങ്കരമായിട്ട് അവർ ബഡ്ജറ്റ് ഇട്ട് നെറ്റ്ഫ്ലിക്സ് അത് ഇമ്പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മേക്കിംഗ് എന്താണെന്ന് പറയാൻ പറ്റില്ല, കിഡിലിനായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ റൊമാൻസ് ആ ഒരു ഓരോ സ്റ്റോറിയും പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ കിട്ടലിനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു റൊമാൻറ്റിക് ഡ്രാമ എന്നുള്ള രീതി നിങ്ങളിത് കാണാതിരിക്കില്ല. കാര്യം അങ്ങനെയാണ് ഞാനിത് കാണിച്ചത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.